അപ്പോൾ അത് അയക്കാനുണ്ടെങ്കിൽ രണ്ടുപേരെ വിളിച്ചുകൊണ്ട് വരാൻ പോലെ പിന്നെ വിളിക്കും. ഹായ്, എൻ്റെ അമേരിക്കൻ യാത്രകൾ തുടരുകയാണ്. ഇനി കുറച്ച് ദിവസങ്ങൾ ഞാൻ ന്യൂയോർക്കിലാണ്. അമേരിക്കയുടെ അടയാളമായി മാറിയ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയാണ് ഇന്നത്തെ പ്രധാന ലക്ഷ്യം. ഞങ്ങൾ താമസിച്ചിരുന്ന ന്യൂജേഴ്സിയിലെ പിസ്കാറ്റവേ എന്ന സ്ഥലത്തു നിന്നും ന്യൂയോർക്കിന്റെ ഹൃദയഭാഗമായ മാൻഹാറ്റനിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ തിരക്കേറിയ ഒരു തുറമുഖമായ എലിസബത്ത് പോർട്ടും എലിസബത്ത് കനാലുമാണ് ഈ കാണുന്നത്. കണ്ടെയ്നർ ഗതാഗതത്തിനും വലിയ ചരക്ക് കപ്പലുകളുടെ ഗതാഗതത്തിനുമുള്ള ഒരു നിർണായക ഷിപ്പിംഗ് റൂട്ടാണ് ഈ കനാൽ. എൻ്റെ ഇടതുവശത്ത് കാണുന്നത് ന്യൂജേഴ്സിയിലെ നെവാർക്കിൽ സ്ഥിതി ചെയ്യുന്ന നെവാർക്ക് ലിബർട്ടി ഇന്റർനാഷണൽ എയർപോർട്ടാണ്. 1928 തുറന്ന അമേരിക്കയിലെ ആദ്യത്തെ വിമാനത്താവളമാണ് നെവാർക്ക് ലിബർട്ടി. എബ്രഹാം ലിങ്കന്റെയും ഏറ്റവും വലിയ നഗരവും പ്രധാന വ്യവസായ കേന്ദ്രവുമായ ന്യൂജേഴ്സിയിലെ നെവാർക്ക് നഗരത്തിന്റെയും ബഹുമാനാർത്ഥമാണ് വിമാനത്താവളത്തിന് ഈ പേര് നൽകിയിരിക്കുന്നത്. ദ ബിഗ് ആപ്പിൾ എന്ന് വിളിക്കപ്പെടുന്ന ന്യൂയോർക്ക് സിറ്റി ലോകത്തിലെ ഏറ്റവും മികച്ചതും സ്വാധീനമുള്ളതുമായ നഗരങ്ങളിലൊന്നാണ്. അമ്പരചുംബികളായ കെട്ടിടങ്ങൾ, സാംസ്കാരിക വൈവിധ്യം, ആഗോള സാമ്പത്തിക ശക്തി എന്നിവയ്ക്ക് പേരുകേട്ട ന്യൂയോർക്ക് സിറ്റി ധനകാര്യം, കല, മാധ്യമം, ഫാഷൻ ഓരോന്നിനും അതിൻ്റെതായ വ്യതിരിക്തമായ സവിശേഷതകളും സംസ്കാരവും ചരിത്രമുള്ള 5 ബറോകൾ ചേർന്നതാണ് ന്യൂയോർക്ക് നഗരം. സ്വതന്ത്രമായ മണ്ഡലങ്ങളായി പ്രവർത്തിക്കുന്നവയാണെങ്കിലും മാൻഹാട്ടൻ, ബ്രൂക്ലിൻ, ക്യൂൻസ്, ദി ബ്രോങ്സ്, സ്റ്റാറ്റൻ ഐലൻഡ് എന്ന ഈ ബറോകൾ ഒരുമിച്ച് ചേർന്നതാണ് ന്യൂയോർക്ക്. ലോകവേദിയിൽ രാജ്യത്തിന്റെ വ്യക്തിത്വവും ആഗോള സ്വാധീനവും വെളിപ്പെടുത്തുന്ന വ്യത്യസ്ത സംസ്കാരങ്ങളും ദേശീയതകളും ഒത്തുചേരുന്ന ഒരു നഗരമാണിത്. 18-19 നൂറ്റാണ്ടുകളിൽ അമേരിക്കൻ ഐക്യനാടുകളുടെ രൂപീകരണ സമയത്ത് കുടിയേറ്റക്കാരുടെ ആശ്രയമായിരുന്ന സെൻട്രൽ റെയിൽ റോഡ് എന്ന റെയിൽവേയുടെ ന്യൂജേഴ്സിയിലെ ആസ്ഥാന സ്ഥലത്താണ് ഞാനിപ്പോൾ. ഇവിടെ നിന്നുമുള്ള ഫെറിയിലാണ് ഞങ്ങൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടി സ്ഥിതി ചെയ്യുന്ന ദ്വീപിലേക്ക് പോകുന്നത്. 1854 സ്ഥാപിതമായ സെൻട്രൽ റെയിൽ റോഡ് ഓഫ് ന്യൂജേഴ്സി വടക്കുകിഴക്കൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ വ്യാവസായിക വികസനത്തിൽ ഒരു പ്രധാന ശക്തിയായിരുന്നു. പെൻസിൽവാനിയയിലെ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശങ്ങളും തിരക്കേറിയ നഗരങ്ങളായ ന്യൂജേഴ്സിയും ന്യൂയോർക്ക് സിറ്റിയും തമ്മിലുള്ള ഒരു സുപ്രധാന കണ്ണിയായിരുന്നു ഈ റെയിൽവേ. ലോവർ മാൻഹാട്ടനിലേക്ക് കടത്തുവള്ളങ്ങൾ വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന ജേഴ്സി സിറ്റിയിലെ റെയിൽ റോഡിന്റെ ടെർമിനലുകൾ യാത്രക്കാരുടെയും ചരക്ക് ഗതാഗതത്തിന്റെയും ഒരു പ്രധാന ഘടകമായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന കമ്മ്യൂണിറ്റി പാവ് ടെർമിനൽ ന്യൂജേഴ്സിക്കും മാൻഹാട്ടനും ഇടയിലുള്ള യാത്രക്കാരുടെ പ്രധാന കവാടമായിരുന്നു. ഇന്നും ഇവിടെ നിന്നും ഫെറിയിൽ കയറുന്നതിന് മുമ്പായി വിമാനത്താവളത്തിലേതുപോലെയുള്ള സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതുണ്ട്. എല്ലീസ് ഐലൻഡിലെ ഇമിഗ്രേഷൻ പരിശോധനകൾക്ക് ശേഷം കുടിയേറ്റക്കാർ യുഎസിലുടനീളമുള്ള ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്താൻ ഇവിടെ നിന്നുള്ള ഇമിഗ്രന്റ് സ്പെഷ്യൽ ട്രെയിനുകളെയാണ് ആശ്രയിച്ചിരുന്നത്. 1920കളിലും 1930കളിലും അറ്റ്ലാന്റിക് സിറ്റിക്കും ന്യൂയോർക്ക് സിറ്റിക്കും ഇടയിൽ പ്രവർത്തിച്ചിരുന്ന റെയിൽ റോഡിന്റെ ബ്ലൂ കോമറ്റ് പാസഞ്ചർ സർവീസ് ആഡംബരവും ഗംഭീരവുമായ സേവനത്തിന് പേരുകേട്ടതായിരുന്നു. രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് അവശ്യ സാധനങ്ങളും കൽക്കരി, ഉരുക്ക് എന്നിവയും എത്തിക്കുന്നതിൽ ഈ റെയിൽവേ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ ട്രക്കുകൾ, വിമാനങ്ങൾ എന്നിവയിൽ നിന്നുള്ള വർദ്ധിച്ച മത്സരവും അതുപോലെ തന്നെ കാലഹരണപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളും കാരണം സെൻട്രൽ റെയിൽ റോഡ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടാൻ തുടങ്ങി. ബിസിനസ് കുറയാൻ തുടങ്ങിയപ്പോൾ 1976 ഇത് കോൺ റെയിലിൽ ലയിച്ചു. റെയിൽവേ ഇപ്പോൾ ഒരു സ്വതന്ത്ര സ്ഥാപനമായി നിലവിലില്ലെങ്കിലും അതിന്റെ മുൻ ലൈനുകളുടെയും ടെർമിനലുകളുടെയും ഉപയോഗത്തിലൂടെ അതിന്റെ പൈതൃകം ഇന്നും നിലനിൽക്കുന്നു. ഇവിടെ ഇപ്പോൾ ഉപേക്ഷിച്ച നിലയിലുള്ള 12 പ്ലാറ്റ്ഫോമുകളും 20 ട്രാക്കുകളും നിലനിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പോകാനുള്ള ഫെറി എത്തി. എലിയാസ് ഐലൻഡ് വഴിയാണ് ഈ ഫെറി ലിബർട്ടി ദ്വീപിലേക്ക് പോകുന്നത്. ഏകദേശം 4 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടെ നിന്നും എലിയാസ് ഐലൻഡിലേക്ക്. 15 മിനിറ്റ് ദൂരമുള്ള യാത്രയാണത്. യാത്ര തുടങ്ങുമ്പോൾ തന്നെ ലോവർ മാൻഹാട്ടന്റെ മനോഹരമായ കാഴ്ച നമ്മുടെ കൺമുന്നിൽ തെളിയും. നഗരത്തിന്റെ സ്കൈലൈനിലെ ഉയർന്ന അമ്പരചുംബികൾ, അകലെ നാടകീയമായി ഉയരുന്ന കാഴ്ച മനോഹരമാണ്. വൺ വേൾഡ് ട്രേഡ് സെന്റർ, ബ്രൂക്ലിൻ ബ്രിഡ്ജ് തുടങ്ങിയ പ്രശസ്തമായ ലാൻഡ്മാർക്കുകൾ അകലെയായി കാണാം.
മുന്നോട്ട് പോകുമ്പോൾ എല്ലിസ് ദ്വീപ് അടുത്തു വരുന്നത് കാണാം. ഇതൊരു ചെറിയ ദ്വീപാണ്, പക്ഷേ ചരിത്രത്താൽ സമ്പന്നമാണ്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ 20-ാം നൂറ്റാണ്ടിന്റെ മധ്യം വരെ യുഎസിലെത്തിയ ദശലക്ഷക്കണക്കിന് കുടിയേറ്റക്കാരെ കയറ്റിവിട്ട എലീസ് ഐലൻഡ് ഇമിഗ്രേഷൻ സ്റ്റേഷൻ കെട്ടിടം ചരിത്രങ്ങൾ പേറി നമ്മുടെ മുമ്പിലെത്തും. മുമ്പ് ഒരു സൈനിക കോട്ടയായിരുന്ന ചെറിയ ദ്വീപിന്റെ നിയന്ത്രണം ഫെഡറൽ ഗവൺമെന്റ് ഏറ്റെടുത്തതിനു ശേഷം 1892 യുഎസ് ഇമിഗ്രേഷൻ പ്രോസസ്സിംഗ് സെന്ററായി നിയോഗിക്കപ്പെട്ട ഒരു സ്ഥലമാണ് ന്യൂയോർക്ക് ഹാർബറിൽ സ്ഥിതി ചെയ്യുന്ന എലീസ് ദ്വീപ്. അക്കാലത്ത് അറ്റ്ലാന്റിക് കടൽ വഴി എത്തുന്ന കുടിയേറ്റക്കാരുടെ ഏറ്റവും വലിയ പ്രവേശന തുറമുഖമായിരുന്നു ന്യൂയോർക്ക് നഗരം. വർദ്ധിച്ചു വരുന്ന കുടിയേറ്റക്കാരുടെ പ്രവേശനം കൈകാര്യം ചെയ്യാൻ ദ്വീപിന്റെ സ്ഥാനം അനുയോജ്യമായിരുന്നു. പുതുതായി നിർമ്മിച്ച ഇമിഗ്രന്റ് സ്റ്റേഷൻ 1892 1954 ഇടയിൽ 12 ദശലക്ഷത്തിലധികം ആളുകളെ ഇതിലേക്ക് കടത്തിവിട്ടിട്ടുണ്ട്. പ്രതിദിനം 5000 കുടിയേറ്റക്കാർ വരെ കടന്നുപോയ സമയങ്ങളുണ്ടായിരുന്നു. കുടിയേറ്റക്കാരെ വൈദ്യപരിശോധന നടത്തുകയും അഭിമുഖം നടത്തുകയും ചിലപ്പോൾ കൂടുതൽ അന്വേഷണത്തിനായി തടങ്കലിൽ വെക്കുകയും ചെയ്തിരുന്നു. ഇറ്റലി, പോളണ്ട്, ജർമ്മനി, റഷ്യ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു ഭൂരിഭാഗവും. തടവിലാക്കപ്പെട്ട കുടിയേറ്റക്കാർ തടസ്സങ്ങൾ നീങ്ങുന്നതിനായി ആഴ്ചകളോ മാസങ്ങളോ കാത്തിരിക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു. എങ്കിലും ദ്വീപ് പ്രതീക്ഷയുടെയും അവസരത്തിന്റെയും പ്രതീകമായിരുന്നു. ഇമിഗ്രേഷൻ നയത്തിൽ വന്ന മാറ്റങ്ങളും കുടിയേറ്റക്കാരുടെ എണ്ണത്തിലുണ്ടായ കുറവും കാരണം 1954 ഇമിഗ്രേഷൻ ഹബ് എന്ന നിലയിൽ എലീസ് ദ്വീപിന്റെ പങ്ക് അവസാനിച്ചു. 1965 വരെ വിസ്മരിക്കപ്പെട്ടിരുന്ന ഈ ദ്വീപ് 1990 സ്റ്റാച്യു ഓഫ് ലിബർട്ടി ദേശീയ സ്മാരകത്തിന്റെ ഭാഗമാവുകയും പുനഃസ്ഥാപിച്ച കെട്ടിടത്തിനുള്ളിൽ എലീസ് ഐലൻഡ് ഇമിഗ്രേഷൻ മ്യൂസിയം തുറക്കുകയും ചെയ്തു. ഇന്ന് ഈ മ്യൂസിയം അമേരിക്കൻ സമൂഹത്തിന് ചെയ്ത സംഭാവനകളെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അതിന്റെ കവാടങ്ങളിലൂടെ കടന്നുപോയ ദശലക്ഷക്കണക്കിന് കുടിയേറ്റക്കാരുടെ ചരിത്രം സംരക്ഷിക്കുന്നു. ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷതകളിൽ ഒന്നാണ് വാൾ ഓഫ് ഓണർ. പ്രതീക്ഷകളുമായി എലീസ് ദ്വീപിലൂടെ കടന്നുപോയ കുടിയേറ്റക്കാരുടെ പേരുകൾ പതിച്ചിരിക്കുന്ന ഈ മതിൽ അവരുടെ യാത്രകൾക്കുള്ള ശാശ്വതമായ ഒരു ആദരാഞ്ജലിയായി നിലകൊള്ളുന്നു. അമേരിക്കയിലെ കുടിയേറ്റ അനുഭാവത്തിന്റെ പ്രതീകമായി നിലകൊള്ളുന്ന ഈ മ്യൂസിയം ഇന്നത്തെ കുടിയേറ്റക്കാർ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെക്കുറിച്ചും അവർ രാജ്യത്തിന്റെ സത്വത്തിൽ ചെലുത്തുന്ന ശാശ്വതമായ സ്വാധീനത്തെക്കുറിച്ചും ഒരു ഓർമ്മപ്പെടുത്തലാണ്. ലോകമെമ്പാടുമുള്ള കുടിയേറ്റക്കാരുടെ വരവിനാൽ രൂപപ്പെട്ട ഒരു രാഷ്ട്രമായ അമേരിക്കയുടെ വികസനവുമായി ഈ ദ്വീപിന്റെ ചരിത്രം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ എത്തുന്ന സന്ദർശകരിൽ പലരും തങ്ങളുടെ പൂർവികർ കടന്നുപോയ വഴികൾ കാണാനും അവരുടെ ഓർമ്മകൾ പങ്കിടാനും വരുന്നവരാണ്. ഈ ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന ഇവർക്കും കാണും അതുപോലെയുള്ള ഗൃഹാതുരമായ ഓർമ്മകൾ. എലീസ് ഐലൻഡിൽ നിന്നും സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിലേക്കുള്ള യാത്രയിലാണ് ഫെറി ഇപ്പോൾ. ദ്വീപിൽ നിന്ന് ബോട്ട് പതുക്കെ നീങ്ങുമ്പോൾ ലോവർ മാൻഹാറ്റനിലെ ഉയർന്ന കെട്ടിടങ്ങളുടെ വിശാലമായ കാഴ്ചകൾ ശാന്തമായ വെള്ളത്തിൽ പ്രതിഫലിക്കുന്നത് കാണാം. ദൂരെ കാണുന്നത് സ്റ്റാറ്റൻ ഐലൻഡിനെയും ബ്രൂക്ലിനെയും ബന്ധിപ്പിക്കുന്ന യുഎസിലെ ഏറ്റവും നീളമേറിയ തൂക്കുപാലമായ വെരാസാനോ പാലമാണ്. ഇതിന്റെ ആകെ നീളം ഏകദേശം 4.5 കിലോമീറ്ററാണ്. ലിബർട്ടി ഐലൻഡിലേക്ക് അടുക്കുമ്പോൾ ന്യൂയോർക്ക് ഹാർബറിന്റെ പശ്ചാത്തലത്തിൽ പച്ച നിറത്തിലുള്ള ആ ചെമ്പുകൊണ്ടുള്ള രൂപം വലുതായി വരുന്നത് കാണാം. ലോകമെമ്പാടുമുള്ള യാത്രക്കാരെ അന്നും ഇന്നും സ്വാഗതം ചെയ്തുകൊണ്ട് ടോർച്ച് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലിബർട്ടി ദ്വീപിൽ ഈ പ്രതിഭ അഭിമാനത്തോടെ നിലകൊള്ളുന്നു. സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും പ്രതീകങ്ങളിലൊന്നായ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ന്യൂയോർക്ക് ഹാർബറിലെ ലിബർട്ടി ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഔദ്യോഗികമായി ലിബർട്ടി എൻലൈറ്റനിങ് ദ വേൾഡ് എന്ന് നാമകരണം ചെയ്യപ്പെട്ട ഈ പ്രതിമ 1886 അമേരിക്കൻ വിപ്ലവത്തിന്റെ ശതാബ്ദി ആഘോഷിക്കുന്ന വേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശാശ്വതമായ സൗഹൃദത്തിന്റെ പ്രതീകമായി ഫ്രാൻസ് അമേരിക്കയ്ക്ക് നൽകിയ സമ്മാനമായിരുന്നു. ഫ്രഞ്ച് ശില്പിയായ ഫ്രെഡറിക് അഗസ്റ്റെ ബർത്തോൾഡി രൂപകൽപ്പന ചെയ്ത് 1884 ഫ്രാൻസിൽ പൂർത്തിയാക്കിയ പ്രതിമ പല കഷണങ്ങളാക്കി യുഎസിലേക്ക് അയച്ചു. ഒരു കൈയിൽ ടോർച്ചും മറുകൈയിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഒപ്പുവച്ചതിന്റെ സ്മരണയ്ക്കായി 1776 ജൂലൈ 4 എന്ന തീയതി ആലേഖനം ചെയ്ത ഒരു ടാബ്ലറ്റും പിടിച്ചു നിൽക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ റോമൻ ദേവതയായ ലിബർട്സിനെയാണ് ഈ പ്രതിമ പ്രതിനിധീകരിക്കുന്നത്. ദേവതയുടെ പാദങ്ങളിലെ തകർന്ന ചങ്ങലകൾ സ്വേച്ഛാധിപത്യത്തിൽ നിന്നുള്ള മോചനത്തെ പ്രതീകപ്പെടുത്തുന്നു. ടോർച്ചിന്റെ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന സ്വർണം പൂശിയ തീജ്വാലയോടുകൂടിയ രൂപകൽപ്പന സംരക്ഷണത്തിനും സുരക്ഷാ കാരണങ്ങളാലും 1986 മാറ്റിസ്ഥാപിച്ചു. ഫ്രാൻസും യുണൈറ്റഡ് സ്റ്റേറ്റ്സും തമ്മിലുള്ള സൗഹൃദം ആഘോഷിക്കാൻ ഉദ്ദേശിച്ചുള്ള ഈ പ്രതിമ
പ്രത്യേകിച്ച് US-ൽ എത്തുന്ന കുടിയേറ്റക്കാർക്ക് സ്വാതന്ത്ര്യത്തിന്റെ ഒരു സാർവത്രിക പ്രതീകമായി മാറി. ദശലക്ഷക്കണക്കിന് കുടിയേറ്റക്കാർ എല്ലിസ് ദ്വീപിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും അവരുടെ ആദ്യത്തെ കാഴ്ചയായിരുന്നു സ്റ്റാച്യു ഓഫ് ലിബർട്ടി. പുതിയ തുടക്കങ്ങളും മെച്ചപ്പെട്ട ജീവിതത്തിന്റെ പ്രതീക്ഷയും സ്വപ്നം കണ്ടുവരുന്ന കുടിയേറ്റക്കാർ അറ്റ്ലാന്റിക്കിൽ സമുദ്രത്തിൽ നിന്നു തന്നെ ആദ്യമായി ഈ പ്രതിമയുടെ ദൃശ്യം കാണുമ്പോൾ സന്തോഷത്താൽ അലറി വിളിക്കാറുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പ്രധാന പ്രവേശന തുറമുഖമായ ന്യൂയോർക്ക് ഹാർബറിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്കയിൽ ഒരു പുതിയ ജീവിതം തേടുന്നവർക്ക് പ്രതീക്ഷയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും വാഗ്ദാനമായിരുന്നു. താഴെ നിന്നും ടോർച്ചിന്റെ അറ്റം വരെ 305 അടി ഉയരത്തിൽ നിൽക്കുന്ന ലിബർട്ടി പ്രതിമ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമകളിൽ ഒന്നാണ്. ചെമ്പിൽ നിന്ന് നിർമ്മിച്ച ഈ പ്രതിമയ്ക്ക് ഓക്സിഡേഷൻ കാരണമാണ് കാലക്രമേണ അതിന്റെ സവിശേഷമായ പച്ച നിറം ലഭിച്ചത്. പ്രതിമയുടെ ഗ്രാനൈറ്റ് പീഠം വാസ്തുശില്പിയായ റിച്ചാർഡ് മോറിസ് ഹണ്ട് രൂപകൽപ്പന ചെയ്തതാണ്. പ്രതിമയ്ക്കുള്ളിൽ കിരീടം വരെ തുറമുഖത്തിന്റെയും ന്യൂയോർക്ക് സിറ്റിയുടെ സ്കൈലൈനിന്റെയും വിശാലമായ കാഴ്ചകൾ നൽകുന്ന ഒരു സർപ്പിള ഗോവണിയുണ്ട്. കിരീടത്തിനുള്ളിലെ വ്യൂവിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് കയറാൻ 354 പടികളുണ്ട്. കിരീടത്തിലെ 7 സ്പൈക്കുകൾ 7 ഭൂഖണ്ഡങ്ങളെയും സാർവത്രിക സ്വാതന്ത്ര്യത്തിന്റെ ആശയത്തെയും പ്രതീകപ്പെടുത്തുന്നു. കിരീടത്തിലുള്ള 25 ജാലകങ്ങളിലൂടെ പുറത്തെ കാഴ്ചകൾ കാണാം. ഈ പ്രതിമ നിരവധി പുനരുദ്ധാരണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. വെറും ഭൗതിക സാന്നിധ്യത്തിനപ്പുറം സ്വാതന്ത്ര്യം, ജനാധിപത്യം, നീതി തുടങ്ങിയ അമേരിക്കൻ മൂല്യങ്ങളുടെ ശക്തമായ പ്രതീകമായി സ്റ്റാച്യു ഓഫ് ലിബർട്ടി മാറിയിരിക്കുന്നു. 1924 ഒരു ദേശീയ സ്മാരകമായി നിയുക്തമാക്കിയ ഇത് ഇപ്പോൾ നാഷണൽ പാർക്ക് സർവീസാണ് കൈകാര്യം ചെയ്യുന്നത്. US-ൽ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊന്നായി തുടരുന്ന സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഒരു ദേശീയ സ്മാരകം എന്നതിലുപരി ഇന്ന് പ്രതീക്ഷയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും മനുഷ്യാവകാശങ്ങളുടെയും ഒരു ആഗോള പ്രതീകമായി മാറിയിരിക്കുന്നു. 1-2 ദിവസങ്ങൾ കൊണ്ട് കണ്ടു തീർക്കാവുന്ന ഒരു നഗരമല്ല ന്യൂയോർക്ക്. ന്യൂയോർക്കിൽ മാത്രം കാണാൻ സാധിക്കുന്ന കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.